അങ്ങനെ ഞങ്ങൾ മെക്സിക്കോയിലെത്തി. മെക്സിക്കോ സിറ്റിയിൽ ചെന്നിറങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ്. എനിക്കാണെങ്കിൽ തീരെ സ്പാനിഷ് അറിയില്ല. ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് പ്ലേതക്കാമയിൽ പോയപ്പോൾ അവിടെ എയർപോർട്ടിലാണെങ്കിലും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് മെക്സിക്കോ സിറ്റിയിലോട്ട് പോയി ഇറങ്ങിയത്. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു ഊഹത്തിൽ. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എയർപോർട്ട് തൊട്ട് കുറേ ആളുകൾ അവിടെ ഇംഗ്ലീഷേ സംസാരിക്കുന്നില്ല, അവർക്ക് സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വാൻകൂറിൽ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഞാനൊരു ഈസിം ഫോണിൽ റെഡിയാക്കിയിട്ടാണ് പോയത് മെക്സിക്കോയിൽ ചെന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നവിടെ ഞാൻ നെറ്റ് ഓണാക്കി, എന്നിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആപ്പ് വെച്ചിട്ട് എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ എയർപോർട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ഹെൽപ്പായി. പിന്നെ വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഡാനിക്ക് കുറേയൊക്കെ സ്പാനിഷ് അറിയാം. നമ്മൾ ഇവരോട് സ്പാനിഷ് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ആക്കി ഇങ്ങനെ കാണിക്കും, അവർ നോക്കിയിട്ട് തിരിച്ച് മറുപടി സ്പാനിഷിൽ തന്നെയാണ് പറയുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രയാസം അത് മനസ്സിലാക്കാൻ. നീ ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പൊടിയായിട്ടൊക്കെ മനസ്സിലാവും. അവൾ ഫിലിപ്പീൻ ആയതുകൊണ്ട് തന്നെ ഈ സ്പാനിഷ് കുറേ നാൾ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണല്ലോ ഫിലിപ്പീൻസ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ കുറേ സ്പാനിഷ് വാക്കുകളായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇച്ചിയും കൂടെ പെട്ടെന്ന് പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, കുറേ ആളുകൾ ബോർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ബോർഡ് പിടിച്ച് നിൽക്കാൻ ആരുമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഊബർ ടാക്സി എടുത്ത് പോകാനാണ് നമ്മൾ ഓൾറെഡി റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. നമ്മളപ്പോൾ ഒരു ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെറ്റ് നേരത്തെ കൂട്ട് തന്നെ ചെറിയ പണിമുടക്കൊക്കെ ഉണ്ട്. എന്നാലും കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ നെറ്റ് വർക്ക് ചെയ്തു. നമ്മളങ്ങനെ ഒരു ഊബർ ബുക്ക് ചെയ്തു. ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു BYD ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക് കാർ വന്നു. ഒരു കൊച്ചു കാറ്, പക്ഷേ അകത്ത് നല്ല സൗകര്യമുള്ളൊരു കാറ്, ഒരു ഇലക്ട്രിക് കാറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു BYDയുടെ കാറിൽ കയറുന്നത്. അപ്പോൾ ആ കാറിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. മെക്സിക്കോ നഗരത്തിൻ്റെ ഓരോ ഭംഗികളൊക്കെ കണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പേടിയായി, അയ്യോ ഇനി മഴ പെയ്തതൊക്കെ കുളമാവോ? കാരണം ബാഗ് ഉണ്ട് കയ്യിൽ, മറ്റേ ക്യാരി ഓൺ കേസ് ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്തൊരു ടൗൺ. അപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ടൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡ്രൈവർ നമ്മുടെ എയർബിഎൻബിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇറങ്ങി റൂമൊക്കെ പോയി കണ്ടു. ഒരു 1 ബെഡ്റൂം റൂം വിത്ത് ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം ഉള്ള ഒരു സെറ്റപ്പ്, നല്ല ഒരു ഡീസൻറ്റ് എയർബിഎൻബി. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വെച്ചു. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ChatGPTയോട് ചോദിച്ചിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ആ ഏരിയയിലുള്ളതിൽ നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടൽ, കഫേ എൽ പോപ്പുലർ എന്നാണ് കഫേൻ്റെ പേര്. എനിക്കും കൂടെ അങ്ങോട്ട് നടന്നു. ഒരു 600 മീറ്ററോളേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ ചെന്ന് ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ആരിയസ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ആംബിയൻസ്. ഭിത്തിയിലൊക്കെ ടൈൽസ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഡിസൈന്, അതേപോലത്തെ ടൈപ്പ് കസേരകൾ, ബെഞ്ചുകൾ. നമ്മൾ ചെന്നപ്പോൾ നല്ല പുഞ്ചിരിയോടെ നമ്മളെ സ്വീകരിച്ച ഹോസ്റ്റ്. അപ്പം ഞാൻ മെനു നോക്കിയപ്പോൾ അടുത്ത കോമഡി, മെനു മൊത്തം സ്പാനിഷിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നായി. ഇപ്പം നമ്മൾ ട്രാൻസ്ലേറ്റർ ആപ്പിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതങ്ങനെ ഇംഗ്ലീഷിലാക്കി തരും. അപ്പോൾ ശരി ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡാനിക്ക എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാനും എൻ്റെ ഫോണിൽ തരുന്ന കുറേയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. ഡാനിക്ക ഓർഡർ ചെയ്തതൊരു സൂപ്പാണ്. സൂപ്പിൻ്റെ പേര് എനിക്ക് എല്ലാത്തിനും പേരങ്ങോട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം നോട്ടിൽ കുറിച്ചിട്ടുണ്ട്. സോപ്പ ദേ സെപ്പോള എന്നാണ് സൂപ്പിൻ്റെ പേര്. അത് ശരിക്കും ഒരു ഓണിയൻ സൂപ്പാണ്. അതിന് ഒരു ചെറിയൊരു സോർ ടേസ്റ്റാണ്. ഒരു സ്റ്റാർട്ടർ പോലെ കഴിക്കാൻ കഴിയുന്ന ഒരു സാധനം. ഡാനിക്ക് ഒത്തിരി യാത്ര ചെയ്ത് വന്നുകൊണ്ട് അന്നത്തെ ദിവസം അധികം ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ ചിലാക്കിലേസ് റോജസ് എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ മെക്സിക്കോൻ്റെ ഒരു ഫേമസ് സോസാണ് റോജസ്. ഒരു നമ്മുടെ ഈ ചുമന്ന ചില്ലീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു സോസാണ്. ആ സോസിനകത്ത് അവർ ടോട്ടിയില മുറിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റേക്കിൻ്റെ ഒരു പീസ് വെച്ച് ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ചീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോസോ എന്നാണ് അവരുടെ ചീസിൻ്റെ പേര്. കേസോ ചീസ് ആവശ്യപ്പെട്ടാൽ അവർ എന്താണെന്നറിയില്ല, മെക്സിക്കോയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണെന്ന് തോന്നുന്നു, കുറേ വരിയിടും. അപ്പോൾ നമുക്ക് കുറേ ചീസൊക്കെ ഇട്ടിട്ടാണ് തന്നത്. നല്ല യമ്മി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കയ്പ്പ് കഴിഞ്ഞു. ആദ്യത്തെ ദിവസം നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് തന്നെ തീരുമാനിച്ചേക്കാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. പോകുന്ന വഴി സന്ധ്യ തുടങ്ങിയിരുന്നു. ലൈറ്റൊക്കെ പയ്യെ ഇല്ലാണ്ടാവുന്നു.
കടക്കാരെല്ലാം കടകളൊക്കെ അടച്ച് വീടുകളിലോട്ട് പോകുന്ന അവസ്ഥയാണ്. നമ്മൾ ഇനിയും പിന്നെ മെക്സിക്കോനെ പറ്റി കുറേ കേട്ടിട്ടുണ്ടല്ലോ, മെക്സിക്കോ അത്ര സേഫ് അല്ല, ഡേഞ്ചറാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കും അത്ര എങ്ങനെ ഈ ഒരു സിറ്റിയിൽ നിന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അധികം നേരം വെളിയിൽ നിന്ന് കറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ റൂമിലോട്ട് വെച്ച് പിടിച്ചു. അന്നത്തെ ദിവസം ഞങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. എന്നിട്ട് അടുത്ത ദിവസത്തിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി. നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ്.